Ardhanariswara Kerala Mural painting ആണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഡ്രോയിങ് വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരുന്നു. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് അതിന്റെ പെയിന്റിംഗ് വീഡിയോസ് ആണ്. വളരെ ഡീറ്റെയിൽഡ് ആയി തന്നെ എങ്ങനെയാണ് ഈ കേരള മ്യൂറൽ പെയിന്റിംഗ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പും വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ഒരു പെയിന്റിംഗ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഈസി ആയിട്ട് ഈ ഒരു പെയിന്റിംഗ് ചെയ്യാൻ പറ്റും. അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് ഈ ട്യൂട്ടോറിയൽ ഡിസൈൻ ചെയ്യുന്നത്. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമന്റ്സിൽ ചോദിക്കുക. പിന്നെ കളർ മിക്സിംഗ് റേഷ്യോസ് ഒക്കെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ അതൊന്നും ഇനി ഇതിൽ ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. സോ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അത് കാണുക. അതിനുശേഷം ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു പെയിന്റിംഗ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാവും. കേരള മ്യൂറൽ പെയിന്റിംഗിലെ ഫസ്റ്റ് സ്റ്റെപ്പ് ബേൺ സിയന ഓർ ഇന്ത്യൻ റെഡ് യൂസ് ചെയ്ത് ഔട്ട്ലൈൻ ചെയ്യാം. ഈ ഔട്ട്ലൈനിങ് കംപ്ലീറ്റ് ആവുമ്പോൾ മാത്രമേ നിങ്ങളുടെ സ്കെച്ച് കംപ്ലീറ്റ് ആൻഡ് ഫൈനൽ ആവുള്ളൂ. 000 ബ്രഷ് യൂസ് ചെയ്തിട്ടാണ് ഈ ഔട്ട്ലൈനിങ് ചെയ്തിട്ടുള്ളത്. ഈ രീതിയിൽ ഔട്ട്ലൈൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ബ്രഷ് ഹാൻഡ്ലിംഗ് ഇംപ്രൂവ് ചെയ്യും. അതേപോലെ തന്നെ സ്റ്റെഡിനെസ്സും ഇംപ്രൂവ് ചെയ്യും. അടുത്ത സ്റ്റെപ്പ് യെല്ലോ വാഷ്.
യെല്ലോ, റെഡ് ആൻഡ് ഗ്രീൻ വരുന്ന എല്ലാ എലിമെൻറ്റ്സിനും ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ കൊടുക്കുന്നത് ഈ മ്യൂറൽ യെല്ലോ വാഷാണ്. അടുത്ത സ്റ്റെപ്പ് മ്യൂറൽ റെഡിൽ 2 സ്റ്റെപ്സ് ഉണ്ട്. ഒന്ന്, യെല്ലോ കൊടുത്ത എല്ലാ എലിമെൻറ്റ്സിനും മ്യൂറൽ റെഡ് ഉപയോഗിച്ച് ഷെയ്ഡിങ് ചെയ്യുക. പിന്നെ റെഡ് വെച്ച് ഫില്ല് ചെയ്യേണ്ട എലിമെൻറ്റ്സിനെല്ലാം മ്യൂറൽ റെഡ് ഫില്ല് ചെയ്ത് കൊടുക്കുക.
ഷെയ്ഡിങ് ചെയ്യുന്ന സമയത്ത് ഔട്ടർ എഡ്ജസിൽ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് അത് ഉള്ളിലേക്ക് ബ്രഷിൽ നിന്ന് പെയിൻറ്റ് ലിഫ്റ്റ് ചെയ്തതിന് ശേഷം ഉള്ളിലേക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക.
നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കമൻസോ സജഷൻസോ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് നമുക്ക് മെസ്സേജസ് ആയിട്ടോ ഇമെയിൽ ആയിട്ടോ നിങ്ങളുടെ ഡൗട്ട്സ് ഒന്നും ചോദിക്കാതിരിക്കുക. ബിക്കോസ് ഇത്രയും വോള്യൂം ഓഫ് മെസ്സേജസ് ഒക്കെ വരുന്നത് കൊണ്ട് തന്നെ മിസ്സായി പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കമന്റ്സിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പിന്നെ ഇമെയിലും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസും തരുന്നത് ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും ബിസിനസ് എൻക്വയറീസ്, അതല്ലെങ്കിൽ നമ്മുടെ പെയിന്റിങ്സ് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിനു വേണ്ടി, അതുമല്ലെങ്കിൽ നമ്മുടെ ഈ ട്യൂട്ടോറിയൽസ് കണ്ടിട്ട് ഞങ്ങളുടെ, അതായത് സ്വാധ്യായയുടെ വർക്ക്സ് നിങ്ങൾ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ഫോട്ടോസ് നിങ്ങൾക്ക് അയച്ചു തരാം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അതല്ലാത്ത എന്ത് കമന്റ്സോ സജഷൻസോ ആയാലും നിങ്ങൾക്ക് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. ഈ ഒരു പെയിന്റിംഗ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് എന്നുള്ളത് കാണാൻ അടുത്ത വീഡിയോസിനായി കാത്തിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ്.